2025 ഒരു അദ്ഭുത വർഷമാണെന്ന് പറഞ്ഞു തുടങ്ങിയത് ഫുട്ബോൾ ഫാൻസ് തന്നെയാണ്. ദ ഇയർ ദാറ്റ് എൻഡഡ് ഓൾ ഡൗട്ട്സ്. PSG ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നു, ടോട്ടനം യൂറോപ്പ ലീഗ് ജയിക്കുന്നു, ഹാരി കെയ്ൻ തൻ്റെ കന്നി കിരീടത്തിൽ മുത്തമിടുന്നു. പക്ഷേ അതിനേക്കാളേറെ നമുക്ക് ആനന്ദമേകിയത് സൗത്ത് ലണ്ടനിൽ നിന്നുള്ള പ്രീമിയർ ലീഗിലെ മിഡ് ടേബിളേഴ്സായി അറിയപ്പെടുന്ന ക്രിസ്റ്റൽ പാലസ് FA കപ്പ് ജയിച്ചപ്പോഴാണ്. അതും സാക്ഷാൽ പെപ് ഗോർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ അട്ടിമറിച്ചുകൊണ്ട്. അന്ന് ഓരോ ഫുട്ബോൾ ആരാധകനും പറഞ്ഞിട്ടുണ്ടാകും ദിസ് ഈസ് ഫുട്ബോൾ എന്ന്. സൗത്ത് ലണ്ടനിലെ ഓരോ പാലസ് ആരാധകനും യൂറോപ്പ ലീഗ് ആന്തം സെൽഹർട്സ് പാർക്കിൽ മുഴങ്ങിക്കേൾക്കുന്നതിൻ്റെ സ്വപ്നങ്ങൾ തുന്നിക്കൂട്ടിയിട്ടുണ്ടാകും. പക്ഷേ മാസങ്ങൾക്ക് ശേഷം UEFA ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു, ക്രിസ്റ്റൽ പാലസിനെ UEFA കോൺഫറൻസ് ലീഗിലേക്ക് തരം താഴ്ത്തിക്കൊണ്ട്. കാരണം മൾട്ടി ക്ലബ് ഓണർഷിപ്പ് റൂൾ. ക്രിസ്റ്റൽ പാലസിലും യൂറോപ്പ ലീഗിലേക്ക് യോഗ്യത നേടിയ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് ലിയോണിലും അമേരിക്കൻ ബിസിനസ്മാനായ ജോൺ ടെക്സ്റ്ററിന് ഒരുപോലെ ഉടമസ്ഥാവകാശമുണ്ട്. UEFAയുടെ നിയമപ്രകാരം ഒരു ഉടമസ്ഥതയിലുള്ള ക്ലബ്ബുകൾ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരും, അതെന്താ അങ്ങനെ? ഉത്തരം മാച്ച് ഫിക്സിംഗ് ഒഴിവാക്കാനാണ്. നിയമം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇരു ക്ലബ്ബുകളെയും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ലിയോൺ മത്സരം വന്നാൽ അതിൻ്റെ മത്സരഫലത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ RB ലൈപ്സിഗും RB സാൽസ്ബർഗും എങ്ങനെ ഒരേ വർഷം യൂറോപ്പ ലീഗ് അതും ഒരു ഗ്രൂപ്പിൽ മത്സരിച്ചു? മാഞ്ചസ്റ്റർ സിറ്റിയും ജിറോണയും എങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ ഒരുമിച്ച് മത്സരിച്ചു? ഉത്തരമായി ഞാൻ പറയും ബ്രില്യൻറ്റ് ബിസിനസ് എന്ന്. റെഡ് ബുൾ ഗ്രൂപ്പ് ഇരു ക്ലബ്ബുകൾക്കും 2 വ്യത്യസ്ത മാനേജ്മെൻറ്റുകളുണ്ടെന്ന് തെളിയിച്ചു. സിറ്റി ഗ്രൂപ്പ് അവരുടെ ജിറോണയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 30% കുറച്ചു. അതുപോലെ ജോൺ ടെക്സ്റ്ററിനും നോൺ ഇൻഫ്ലുവൻഷ്യൽ ഓണറായി അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചാൽ ക്രിസ്റ്റൽ പാലസിനും പങ്കെടുക്കാമായിരുന്നു. അദ്ദേഹം അതിന് തയ്യാറായതുമാണ്. പക്ഷേ മാർച്ച് 1 ആയിരുന്നു ഡെഡ് ലൈൻ. അതിനുശേഷം നോ ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർച്ച് 1 ജോൺ ടെക്സ്റ്ററിനോടെന്നല്ല ഏതൊരാളോടും ക്രിസ്റ്റൽ പാലസ് FA കപ്പ് ജയിക്കുമെന്നും യൂറോപ്പ ലീഗിലേക്ക് യോഗ്യത നേടുമെന്നും പറഞ്ഞാൽ ചിരിച്ച് തള്ളുമായിരുന്നു. അതും കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് FA കപ്പ് ഫൈനൽ തന്നെ നടക്കുന്നത്. നിലവിൽ പാലസ് കോൺഫറൻസ് ലീഗിലും ലിയോൺ അവരുടെ ലീഗിലെ മെച്ചപ്പെട്ട പൊസിഷൻ മൂലം യൂറോപ്പ ലീഗിലും പങ്കെടുക്കും. ഇതിനിടെ പാലസ് ആരാധകർ ഈയിടെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. കായിക ലോകത്തെ നിയമങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളോ അതോ മറ്റു വിവാദങ്ങളോ ഒത്തുതീർപ്പാക്കാൻ ഉപയോഗിക്കുന്ന CASലേക്ക് ക്രിസ്റ്റൽ പാലസിൻ്റെ വക ഒരു അപ്പീൽ പോയിട്ടുണ്ട്. ടൂർണമെൻറ്റുകൾ തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു തീരുമാനമാകണം. ഈഗിൾസിന് മതിമറന്ന് പറക്കാൻ സാധിക്കുമോ അതോ UEFA നിയമങ്ങൾ ചിറകുകൾ അറുത്തു കളയുമോ? കാത്തിരുന്ന് കാണാം.